ഞാൻ ആലപ്പുഴയാണ്. പോലീസിലാണ് ജോലി. പാലക്കാടാണ്. എനിക്ക് ഡോക്ടറെ ഭാഷ പറഞ്ഞ ചെറിയ ചെറിയ ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു. ഡയബറ്റിക് ഇംബാലൻസ് ആയിരുന്നു. ഇവിടെ വന്ന് ഏകദേശം 99% മാറി. അത് സീയിങ് ഈസ് ബിലീവിങ്. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ അസ്വസ്ഥത മാറിയാൽ മതി. അത് എങ്ങനെ എന്ന് എനിക്കറിയില്ല. പൂച്ച കറുത്തതോ വെളുത്തതോ നീലയോ കറുപ്പോ ആയിക്കോട്ടെ, എലിയെ പിടിച്ചാൽ മതി എന്നൊരു പ്രിൻസിപ്പിളാണ്. അതേപോലെ എനിക്ക് ഏത് കളർ ആയിക്കോട്ടെ പൂച്ച, എലിയെ പിടിച്ചാൽ മതി. എന്റെ അസ്വസ്ഥത മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ്. താങ്ക് യു. വേദനയായിട്ടാണ് വന്നത്. ക്യാൻസറാണ്. വയറ്റിൽ ബോണിലും ഉണ്ട്. അപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്. എത്ര നാളായിട്ടുള്ള വേദനയായിരുന്നു? 1.5 വർഷമായി. കീമിയോ റേഡിയേഷൻ എന്തെങ്കിലും ചെയ്തിരുന്നു? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? എൻ്റെ ബോഡിയിൽ അത് പറ്റത്തില്ല. ഏത് ഹോസ്പിറ്റലാണ് പറഞ്ഞ? അങ്ങനെ RCC CMC വെല്ലൂര്. 2 സ്ഥലത്തൊന്നും കീമോ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഗ്രേഡ് കൂടിയ സാധനം. അപ്പൊ കീമോയും റേഡിയേഷനും ചെയ്യാൻ പറ്റാത്ത ഒരാൾ 1.5 വർഷമായിട്ട് വേദന എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 6 ദിവസം. സത്യത്തിൽ 6ാമത്തെ ദിവസം. എത്രാമത്തെ ദിവസം മുതൽ ആ പെയിൻ മാറി തുടങ്ങി? 4 ദിവസം കഴിഞ്ഞപ്പോൾ. 4 ദിവസം കഴിഞ്ഞപ്പോ 1.5 വർഷമായിട്ട് അനുഭവിക്കുന്ന ക്യാൻസറിന്റെ പെയിൻ മാറി. ഒരു സയൻസിന് പറ്റൂല എന്ന് പറഞ്ഞ ആ സാധനത്തെ എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ പോരെ. 6 days ആയി. മൺഡേ സ്റ്റാർട്ട് ചെയ്തതാ. ബാക്ക് പെയിൻ നിയർലി കംപ്ലീറ്റ്ലി മാറി. നീ പെയിൻ 90%. നടുവേദന ഫുള്ള് മാറി. 90% മുട്ടുവേദന മാറി. ആൻഡ് ഷുഗറിന് ഉണ്ട്, ഒരു ഗുളിക കഴിക്കാറുണ്ട്. അതിലിപ്പോ ഇന്ന് വളരെ കുറവ് കണ്ട കാരണം 2-3 ദിവസം കൊണ്ട് ഗുളിക നിർത്തിയിട്ടുണ്ട്. നിങ്ങള് റേക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആളല്ലേ? റേക്ക് 3rd ഡിഗ്രി ചെയ്തിട്ടുണ്ട്. ഈ ഹീലിംഗും ആ ഹീലിംഗും നിങ്ങൾക്ക് എങ്ങനെ? അത് നമുക്ക് ഒരാൾക്കാ കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊടുത്ത് ഇത്രയും പവർ നമുക്ക് ജസ്റ്റ് കുറച്ചൊരു ഹീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഹെഡ് ഏക്ക് ഹീലിംഗ്, വേറെ പ്രോബ്ലംസ്. പക്ഷെ ഇത്രയൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരാളെയൊക്കെ പറ്റും. ഇത്ര ആളെയൊക്കെ ഇന്ത്യയിലാരെങ്കിലും അങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഇല്ല. അത് ചെറിയ സിസ്റ്റം അല്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മുംബൈയിൽ നിന്ന് വന്നത്. അവര് ഡിസ്റ്റൻസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് വന്നതാ. ഞാനിവിടെ വന്നിട്ട് 6 ദിവസമായി. ആദ്യത്തെ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു ഉന്മേഷം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് 4 ഹീലിംഗ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറി. ഞാൻ 10 വർഷമായിട്ട് നടുവേദന അനുഭവിക്കുന്നതാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ചിത്ര ഇവിടെയൊക്കെ പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശം തമ്പിച്ചു പോകും എന്നുള്ള ഇതിൽ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ടായി. 90% നടുവിൻ്റെ വേദന മാറി. പിന്നെ അലർജി അതുകൊണ്ട് തന്നെ 8 വർഷമായിട്ട് ഞാൻ അലർജിയുടെ അസുഖം അനുഭവിക്കുന്നതാണ്. വലിയ ദുരിതത്തിൽ ഈ ഇൻഹീലർ വലിക്കുക, ഗുളിക കഴിക്കുക. ഇവിടെ വന്ന് അന്ന് തൊട്ട് ഞാൻ ഇൻഹീലർ വലിക്കുന്നില്ല. ഗുളിക ഇപ്പം 3-4 ദിവസമായിട്ട് നിർത്തി. എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ട്യൂമറായിരുന്നു. സർജറി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡ് കഴിഞ്ഞു. ഇത് 2ാമത്തതാണ്. 2021 ഒരു പ്രാവശ്യം വന്ന്. അപ്പോൾ അന്ന് സർജറി കഴിഞ്ഞ് ഇതേമാതിരി റൈറ്റ് സൈഡ് കഴിഞ്ഞു പോയതായിരുന്നു. അത് പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് റെഡിയായി. ഇതിപ്പോൾ കഴിഞ്ഞിട്ടിപ്പോൾ 6 മാസമായി. അപ്പോൾ അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6ാം ദിവസമാണ് ഇന്നിപ്പം ഹീലിങ് കഴിയാനായിട്ട്. അപ്പം ബാക്ക് പെയിൻ ഇപ്പോൾ 2ാം ദിവസം തന്നെ മാറിയിട്ടുണ്ട്. ബാക്ക് പെയിൻ ഇല്ല. അപ്പോൾ അതെന്താ വെച്ചാൽ നടക്കുമ്പോൾ അലൈൻമെൻറ്റ് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തൂങ്ങിയിട്ടേനും വരിക. അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ കൈക്കും കാലിനും പറയാൻ പറ്റൂല അത് എന്തൊക്കെ കുറേ ഫീലിങ്സ് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നടത്തത്തിനൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ 11 ഇപ്പം കംപ്ലീറ്റ് ആവും. നടക്കുമ്പോൾ അലൈൻമെന്റ് ശരിയല്ലാത്ത രീതിയിൽ, ബാലൻസ് ഇല്ലാത്ത രീതിയിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ട്യൂമറിന്റെ ലക്ഷണത്തിലെ പ്രധാനപ്പെട്ട തന്നെയാണ്. അതിൽ ബാലൻസ് ഒന്നും പറഞ്ഞാൽ ട്യൂമറിന് ചുരുങ്ങാതെ അതാവൂല എന്നാണ്. വീഡിയോ വേണ്ട. ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരുന്നു. അതിൽ വ്യത്യാസമുണ്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതിൽ മാറ്റമുണ്ട്. കാലിലെ ചൊറിച്ചിൽ കുറവുണ്ട്. ഇപ്പോൾ നടുവേദന മാറി. കാലിൻ്റെ മുട്ടുവേദന പകുതി മാറി. തല കനമുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് മാറി. പിന്നെ ചുമ മാറി. മൂത്രത്തിൽ പത കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. കാലിൻ്റെ തരിപ്പ് ഈ പടിഭാഗത്ത് മാത്രം കുറച്ചുണ്ട്. ഈ ഭാഗമൊക്കെ ഇപ്പോൾ തൊട്ടാലൊക്കെ നന്നായിട്ട് അറിയുന്ന രൂപത്തിൽ നന്നായിട്ട്. മൂത്രത്തിൽ പതയുണ്ടായിരുന്നു, അതിപ്പോൾ കുറഞ്ഞു, വളരെ കുറഞ്ഞു. രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകാറുണ്ടായിരുന്നു. അതിൻ്റെ തവണകൾ ഇപ്പം വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ തലയുടെ ഉച്ചിയിൽ പുറകിൽ ഒരു ട്രിഗർ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഒരു വേദന വരും ഇവിടെ. മരുന്നൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം അതിൻ്റെ ഉണ്ടാകുന്നതിൻ്റെ തവണ കുറഞ്ഞിട്ടുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കിതപ്പുണ്ടായിരുന്നു. ആ കിതപ്പിനിപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ നല്ല ഉന്മേഷമുണ്ട്. മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അതൊരു 80% നിന്നിട്ടുണ്ട്. ഇന്നലെ ഒട്ടും പോയില്ല, പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് പോയി. പിന്നെ ഈ ചെറിയ ചെറിയ അസുഖങ്ങൾ മാറുകയാണെങ്കിൽ മാറുമല്ലോ എന്ന് കരുതിയില്ല സാറിന്. എനിക്ക് ഊരവേദനയും കാൽമുട്ട് വേദനയും കാലിൻ്റെ കണ്ണിക്ക് വേദനയും അതുമാതിരി കാലിൻ്റെ കൈപ്പത്തി തരിപ്പും വേദന ഉണ്ടായിരുന്നു. അതിപ്പോൾ 50%
വേദന ഉണ്ട്. എനിക്ക് ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, കുറച്ച് വേദന. ഞാൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് പ്രോസ്റ്റേറ്റിന് ഗുളിക കഴിക്കുന്ന ആളാണ്. എനിക്ക് ഒരു അവസരം തരാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുകയാണ്. 2021 ലാസ്റ്റില് ആസ്റ്ററിൽ വന്ന് അവർ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു പ്രായമായി, ഇനി ഓപ്പറേഷൻ വേണ്ട, നമുക്ക് ഗുളിക കഴിക്കാന്ന് പറഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞ് 1 കൊല്ലം ഗുളിക കഴിച്ച് തിരിച്ചു ചെന്നപ്പോ അപ്പൊ പറയണത് നമുക്ക് ഓപ്പറേഷൻ ചെയ്താളായത്. അപ്പൊ ഞാൻ ചിന്തിച്ചു 1 കൊല്ലം മേലോട്ടോ കീഴോട്ടോ പോയെന്നൊരു പിടിയില്ലല്ലോ. പ്രായം കൂടി എന്ന് പറഞ്ഞ ആദ്യം ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഓപ്പറേഷൻ അല്ലാത്ത വേറൊരു പണിയുണ്ട്, ഞരമ്പിൽ കൂടെ ഒരു എന്തോ കയറ്റിയിട്ട്. അങ്ങനെ അതിന്റെ റേറ്റ് പറഞ്ഞ് 1,80,000. എനിക്ക് എൻ്റെ പരിസ്ഥിതി പരിഗണിച്ചും കൊണ്ട് ഒരു 20 ഡിസ്കൗണ്ട് വരാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ് വിട്ടു. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്തിന് ചെയ്തു. അയാൾ കോടിക്കണക്കിന് വരുമാനമുള്ള ആളാണ്. അയാൾക്ക് അന്ന് ചെയ്തു കൊടുത്ത ഒരു 130,000 അത്ര, 1,30,000. ഞാൻ കാളികാവ്, മലപ്പുറം ജില്ല കാളികാവ് നിലമ്പൂർ അടുത്താണ്. എനിക്ക് അക്കിപ്പഞ്ചറിനോട് നല്ല മതിപ്പാണ്. എന്താ വെച്ചാൽ 2 മാസം നമ്മളുടെ കുളപ്പറമ്പ് പറഞ്ഞ പട്ടാള ക്യാമ്പ്, മിലിറ്ററി ക്യാമ്പ് ഉണ്ട്. അവരൊരാൾ ചികിത്സയ്ക്ക് പോയി. ഷുഗർ നല്ലോണം ഉണ്ടായിരുന്നു, ശരീരവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. ശരീരം വലിഞ്ഞും കൊണ്ടല്ല ഇനിയാ. 2 മാസം ചെയ്തിട്ട് ഞാൻ എല്ലാ അസുഖം മാറി. ഷുഗർ അല്ലാത്ത എല്ലാ അസുഖവും മാറി. എനിക്കൊരു പയറുവർഗം, പുട്ട്, കപ്പ, ചോറ് ഒന്നും കഴിക്കാൻ പറ്റൂലേ. എല്ലാ രോഗം മാറി. ഞാൻ എപ്പോഴും കഴിക്കുന്നുണ്ട്. അവിടുന്ന് കേട്ട് ഷുഗർ മാത്രം മാറിയില്ല. ഇപ്പൊ സാറിന്റെ എത്തിയാൻ വന്നു. എനിക്ക് 60% പറയാം വേദനകൾക്കൊക്കെ കമ്മിയുണ്ട്. 5 ദിവസമായി ഇപ്പോൾ വന്നിട്ട് ഷുഗറായിട്ടാണ് വന്നത്. ഷുഗർ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഡെയിലി എനിക്ക് ഒന്നുകിൽ രാവിലെ ഇൻസുലിനും വൈകിട്ട് ഗുളികയും കഴിക്കണം. ഇത് പതിവാണ്. അത് ചെയ്യാത്ത പക്ഷമാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മുടങ്ങിയാൽ 1 മണിക്കൂറിന് ശേഷം നിരന്തരമായി ഇങ്ങനെ മൂത്രമൊഴിക്കാൻ പോയിക്കൊണ്ടിരിക്കണം. 4 നാൾ മുതൽ ഇപ്പം അത് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് പുലർച്ചെ ഒരു ഗുളിക കഴിച്ചതാണ്. പിന്നെ ഇതുവരെ ഗുളിക കഴിച്ചിട്ടില്ല. മൂത്രമൊഴിക്കാൻ പോകേണ്ട വന്നിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കൃത്യമായി ഉറക്കം കിട്ടുന്നു. അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.